വയനാട്ടിലെ ഉരുൾപൊട്ടൽ വാർത്ത കേട്ട് ഇത്രയും ദിവസമായിട്ടും ആർക്കും മനസ്സിൽ നിന്ന് സങ്കടം വിട്ടുമാറിയിട്ടില്ല. ഉറ്റവർ നഷ്ടപ്പെട്ടവരുടെ സങ്കടം കേട്ട് ഒപ്പം കരഞ്ഞവരാണ് നമ്മൾ മലയാളികൾ. അടങ്ങാത്ത വിങ്ങലാണിപ്പോഴും മനസ്സിൽ. അതിനിടയിലാണ് കേരളത്തിനെതിരെ നെറുകെട്ട വിദ്വേഷ പരാമർശവുമായി BJP നേതാവ് എത്തിയിരിക്കുന്നത്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ലോകമൊന്നാകെ അനുശോചനവും നടുക്കവും രേഖപ്പെടുത്തുന്നതിനിടെ ഈ നേതാവ് പറഞ്ഞത് വയനാട്ടിലെ ഉരുൾപൊട്ടലിന് കാരണം കേരളത്തിലെ ഗോവധമാണെന്നാണ്. മുതിർന്ന BJP നേതാവ് ഗ്യാൻദേവ് അഹൂജയാണ് ഇത്തരമൊരു ആരോപണം നടത്തിയത്. ഗോവധം എവിടെ നടന്നാലും ഇത്തരം സംഭവങ്ങൾ തുടരുമെന്നും ഗോഹത്യയുടെ നേരിട്ടുള്ള അനന്തരഫലമാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലെന്നും അഹൂജ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേരളത്തിൽ ഈ ആചാരം അവസാനിപ്പിച്ചില്ലെങ്കിൽ സമാനമായ ദുരന്തങ്ങൾ തുടരുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളിൽ മേഘവിസ്ഫോടനം, മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ട്. എങ്കിലും അത് ഇത്രയും വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. വയനാട്ടിൽ ഗോഹത്യ പരസ്യമായി നടക്കുന്നുണ്ടെന്നും അടുത്തിടെ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ പശുവിനെ കൊന്നിരുന്നുവെന്നുമാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു ആരോപണം. ഗോമാതാവിന്റെ രക്തം എവിടെ വീണാലും അവിടെ ദുരന്തം സംഭവിക്കുന്നു. ഉത്തരാഖണ്ഡിലും ഹിമാചലിലും ഗോമാതാവിനെ കൊല്ലുന്നത് കുറവാണ്. എന്നാൽ കേരളത്തിൽ ഇത് കൂടുതലാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം കൂടുതലായതെന്നും ഇയാൾ ഒരു ബോധവുമില്ലാതെ വിളിച്ചു പറയുകയാണ്. ജൂലൈ 30-നാണ് രാജ്യം കണ്ട എക്കാലത്തെയും വലിയ ദുരന്തങ്ങളിലൊന്നായ മുണ്ടക്കൈ, ചൂരമല, മേപ്പാടി എന്നിവയുൾപ്പെടെ വയനാട്ടിലെ ഗ്രാമങ്ങളിൽ ഒന്നിലധികം ഉരുൾപൊട്ടലുകൾ ഉണ്ടായത്. 300-ലേറെ പേർ മരിച്ച ദുരന്തത്തിൽ 200-ലേറെ പേർ 6-ാം ദിനത്തിലും കാണാമറയത്താണ്. ഇതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനിടെയാണ് അഹൂജയുടെ ഈ നെറികെട്ട വിദ്വേഷ പരാമർശം. ഒറ്റക്കെട്ടായി കേരളം ഈ ദുരന്തത്തെ നേരിടുമ്പോൾ എവിടെയോ ഇരുന്ന് ഇത്രയധികം നീചമായി സംസാരിക്കാൻ അയാൾക്ക് ധൈര്യം കൊടുക്കുന്നത് രാജ്യത്തെ BJP ഭരണം തന്നെയാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട. അതേസമയം ഈ വലിയ ദുരന്തത്തെ കേരളം ഒറ്റക്കെട്ടായി തന്നെ നേരിടുകയാണ്. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കൈകോർത്ത് വയനാടിനെ ചേർത്തു പിടിച്ചിരിക്കുകയാണ്. സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് വയനാട്ടിൽ നടക്കുന്നത്. ആയിരക്കണക്കിന് പേരാണ് ദുരന്തബാധിത മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അതിനിടെ പുനരധിവാസത്തിനു വേണ്ട ശ്രമങ്ങളും സമാന്തരമായി നടക്കുന്നുണ്ട്. മമ്മൂട്ടിയും മോഹൻലാലും കമൽഹാസനും അടക്കം തെന്നിന്ത്യൻ താരങ്ങളെല്ലാം വയനാടിനായി സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ രാഹുൽ ഗാന്ധി, സിദ്ധരാമയ്യ, VD സതീശൻ, DYFI, KPCC, AIYF, ശോഭ റിയാലിറ്റി ഗ്രൂപ്പ്, കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള വ്യവസായികളുടെ കൂട്ടായ്മയായ ബിസിനസ് ക്ലബ്ബ്, NSS വേൾഡ്, മലയാളി കൗൺസിൽ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, കോട്ടക്കൽ ആര്യവൈദ്യശാല എന്നിവർ വീട് നിർമ്മിച്ചു നൽകാമെന്നും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതേസമയം ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ 6-ാം ദിനവും ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൽ 1264 പേരാണുള്ളത്. 6 സംഘങ്ങളായി തിരിഞ്ഞാണ് തിരച്ചിൽ നടത്തുന്നത്. പുഞ്ചിരിമട്ടം, ചൂരൽമല, മുണ്ടക്കൈ, സൂചിപ്പാറയിലെ താഴ്ഭാഗങ്ങൾ, ചാലിയാർ പുഴയിലെ വിവിധ ഭാഗങ്ങൾ, മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചായിരിക്കും തിരച്ചിൽ നടത്തുക. മൃതദേഹങ്ങൾ കണ്ടെത്താൻ സൈന്യം കൊണ്ടുവരുന്ന റഡാറുകളും ഇന്ന് തിരച്ചിലിന് ഉപയോഗിക്കും. തമിഴ്നാട് ഫയർഫോഴ്സ്, ഡോഗ് സ്ക്വാഡിന്റെ സഹകരണം കൂടി രക്ഷാദൌത്യത്തിന് ലഭിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തകരെ ഒറ്റയ്ക്ക് വിടാതെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ചാണ് തിരച്ചിൽ നടത്തുന്നത്. ചാലിയാറിലെ തിരച്ചിലും രാവിലെ 7 മണിയോടെ ആരംഭിച്ചു. കഴിഞ്ഞ ദിനമായ 5-ാം ദിവസവും ആരെയും ജീവനോടെ മണ്ണിനടിയിൽ നിന്നോ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇതുവരെ 365 പേരാണ് മരിച്ചത്. മരിച്ചവരിൽ 30 കുട്ടികളും ഉൾപ്പെടുന്നു. ഇനിയും 206 പേരെ കണ്ടെത്താനുണ്ട് എന്നാണ് കണക്ക്. 148 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് കൈമാറി. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ പൊതുശ്മശാനങ്ങളിൽ സർവമത പ്രാർത്ഥനയോടെ സംസ്കാരം നടത്തും.